നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്ന സബ്ജക്റ്റ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് തേർഡ് മോഡ്യൂൾ ആണ്. തേർഡ് മോഡ്യൂൾ തുടങ്ങി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മൾ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു അത് കുറച്ച് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ പാർട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ അത് നമ്മൾ നോക്കി. ഇനി നമുക്ക് അടുത്തത് സ്റ്റോറിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ സ്റ്റോർ ഉണ്ടാവും. അതായത് മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്റ്റോർ റൂം ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചും അതിന്റെ മാനേജ്മെന്റിനെ കുറിച്ചും ഒക്കെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യൂ കേട്ടോ. ഞാൻ 2 മിനിറ്റ് സമയം തരാം. ഗൂഗിൾ ഫോംസിൽ പോയിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യൂ. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റോറിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റോറുകളാണ് ഉള്ളത്, പിന്നെ അതേപോലെ അവിടുത്തെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എങ്ങനെയാണ്, സ്റ്റോർ മാനേജ്മെന്റ്, പിന്നെ അതുപോലെ ഷെൽഫ് ലൈഫ് ഓഫ് മെറ്റീരിയൽസ്, പിന്നെ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ഫ്രം സ്റ്റോർ, ഓരോന്ന് ഇഷ്യൂ ചെയ്യാനുള്ള പ്രൊസീജിയർ, പിന്നെ അതുപോലെ സ്റ്റോക്ക് രജിസ്റ്റർ, ഇൻഡന്റ്, ഇൻവോയ്സ്, USR, MAS, അതൊക്കെ നോക്കാം. MAS എന്ന് വെച്ചാൽ മാസ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്. ഞാനിത് ഒരിക്കൽ ഫസ്റ്റ് മോഡ്യൂളിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. പിന്നെ മിനിമൈസിങ് വേസ്റ്റേജ്, എങ്ങനെ നമുക്ക് ആ ഒരു വേസ്റ്റ് കുറയ്ക്കാം എന്ന് വെച്ചാൽ നമ്മുടെ മെറ്റീരിയൽസ്, നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസിന്റെ വേസ്റ്റേജ് കുറയ്ക്കാം. പിന്നെ അതുപോലെ സർവേ റിപ്പോർട്ട് ആൻഡ് റൈറ്റിംഗ് ഓഫ് അൺസർവീസബിൾ മെറ്റീരിയൽസ്, പിന്നെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ, എങ്ങനെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടക്കും അവിടെ സ്റ്റോറുകളിൽ, അതൊക്കെ നോക്കാം. പിന്നെ അതുപോലെ ഇൻട്രൊഡക്ഷൻ ടു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്. അപ്പൊ അതില് കുറെ മെത്തേഡ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരു മെത്തേഡേ പഠിക്കാനുള്ളൂ, നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ റീഓർഡർ ലെവല്, EOQ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് മോഡ്യൂളിൽ. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേർഡ് മോഡ്യൂളിൽ നമ്മൾ വിശദമായി നോക്കൂ എന്ന്. അപ്പൊ നമുക്ക് അതും ഇവിടെ നോക്കാം. EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, EOQ. പിന്നെ അതുപോലെ ടേക്കിംഗ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഫ്രം ലോറി, പാർസൽ സർവീസ് ഓർ ഗുഡ് യാർഡ്സ് എങ്ങനെയാണ്, പിന്നെ LR or RR ആൻഡ് ഇൻഡെമിനിറ്റി ബോണ്ട്, പിന്നെ അതുപോലെ ഡീമർഗറേജ് ആൻഡ് വാർഫേജ്. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്റ്റോർ എന്ന് വെച്ചാൽ എന്താ? ഞാൻ പറഞ്ഞു, സ്റ്റോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫെസിലിറ്റി ഓർ അറേഞ്ച്മെന്റ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. എന്തിനാണ്? ടു അക്കൗണ്ട് ഫോർ റോ മെറ്റീരിയൽസ്, സ്പെയർ പാർട്സ്, ടൂൾസ് ആൻഡ് പ്ലാൻസ്, ഇതിനൊക്കെ. അപ്പൊ അതായത് ഈ ഫെസിലിറ്റീസ് ഒക്കെ നമ്മുടെ റോ മെറ്റീരിയൽസ്, അതായത് നമുക്ക് കൺസ്ട്രക്ഷന് വേണ്ട റോ മെറ്റീരിയൽ എന്തൊക്കെയായിരിക്കാം? സിമെന്റ്, അഗ്രിഗേറ്റ്, സാൻഡ്, പിന്നെ റീഇൻഫോഴ്സ്മെന്റ്, അങ്ങനത്തെ റോ മെറ്റീരിയൽസ്. പിന്നെ അതുപോലെ സ്പെയർ പാർട്സ് എന്ന് വെച്ചാൽ നമ്മുടെ ടൂൾസ് ആൻഡ് പ്ലാൻസിന്റെ ആവാം, അങ്ങനത്തെ എക്യുപ്മെന്റ്സിന്റെ സ്പെയർ പാർട്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു കോമ്പണന്റിനെയാണ് നമ്മൾ സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോറില് പിന്നെ എന്തൊക്കെ നടക്കാം?
അവിടെ പല ഐറ്റംസും നമുക്ക് സെല്ലല്ല നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ആവശ്യാനുസരണം നമ്മൾ ഓരോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യണം. അപ്പൊ അതിനൊക്കെ ഒരു റെസിപ്റ്റ് ഉണ്ടാവും. നമ്മൾ പുറമേന്ന് വാങ്ങുന്ന ഐറ്റംസിനും ഒരു റെസിപ്റ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ ഇന്റേണലി നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഐറ്റംസിനും ഒരു റെസിപ്റ്റ് വെക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ റെസിപ്റ്റ് ഒക്കെ വെക്കുന്നതൊക്കെ ഈ സ്റ്റോറിലായിരിക്കും. അപ്പൊ ഇതിന് നമ്മൾ ഒരു ആളെ അപ്പോയിന്റ് ചെയ്യും. ആ ആളെയാണ് നമ്മൾ സ്റ്റോർ കീപ്പർ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു കീപ്സ് അക്കൗണ്ട്സ് ഓഫ് ഐറ്റംസ്. അതായത് എത്ര ഐറ്റംസ് നമ്മൾ പുറമേന്ന് വാങ്ങി, അതിൽ എത്ര നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു, അപ്പൊ ഈ ഐറ്റംസിന്റെ ഒക്കെ റെസീറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതും, സ്റ്റോർ ബുക്ക് കീപ്പ് ചെയ്യുന്ന ഒരു ബുക്ക് അതിനു വേണ്ടി കീപ്പ് ചെയ്ത് നോക്കുന്നതിന് ആ ആളെ പറയുന്ന പേരാണ് സ്റ്റോർ കീപ്പർ. ഓക്കെ, പിന്നെ അതുപോലെ അത് നമുക്ക് ഈ സ്റ്റോർ എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് നമ്മൾ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ ആ ഒരു ബിൽഡിങ്ങിനെ പറയുന്ന പേരാണ് സ്റ്റോർ റൂം. ഓക്കെ, അപ്പൊ the building that houses a store is called a store room. പിന്നെ അടുത്തൊരു വാക്ക് സ്റ്റോറിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇൻവെന്ററി എന്ന് പറയുന്ന ഇപ്പൊ അടുത്തായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു വാക്കാണത്, ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ റോ മെറ്റീരിയൽസ് ഇൻ ദ സ്റ്റോക്ക്. അവിടെ ആ സ്റ്റോക്ക്, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ റോ മെറ്റീരിയൽസ്, നമുക്കുള്ള റോ മെറ്റീരിയൽസ്, അതിനെ തന്നെയാണ് എന്ത് പറയുന്നത്, ഇൻവെന്ററി എന്ന് പറയുന്നത്. അത് റോ മെറ്റീരിയൽസ് മാത്രമല്ല കേട്ടോ, നമ്മുടെ സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ, അതേപോലെ ഫിനിഷ്ഡ് ഐറ്റംസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടെങ്കിൽ, അതെല്ലാം. സോ നമ്മുടെ ഈ സെമി ഫിനിഷ്ഡിൽ എന്തൊക്കെ വരും എന്ന് ചോദിച്ചാൽ, നമ്മുടെ എക്യുപ്മെന്റ്സ്, നമ്മുടെ യൂസ് ചെയ്യുന്ന മെഷീനറീസ്, പിന്നെ അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞ പോലെ അഗ്രിഗേറ്റ്, സിമെന്റ്, ഇതിനെല്ലാം. ഓക്കെ, അപ്പൊ ഇൻവെന്ററി ഈസ് എ നോൺ പെർഫോമിംഗ് അസെറ്റ് ഇൻ എനി ഓർഗനൈസേഷൻ. അതായത് നോൺ പെർഫോമിംഗ് ആയിട്ട്, അപ്പൊ നമ്മുടെ കയ്യിൽ സ്റ്റോറിലുള്ള സാധനം നമ്മൾ അത് അപ്പൊ ഉപയോഗിക്കുന്നില്ല, അങ്ങനത്തെ അസെറ്റിനെയാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നോൺ പെർഫോമിംഗ് അസെറ്റ് ഇൻ എനി ഓർഗനൈസേഷൻ. ഇറ്റ് കൺസ്യൂംസ് എ മേജർ ചങ്ക് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ടോട്ടൽ ഫണ്ട്, ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിന്റെ ഏറ്റവും മേജർ പോർഷൻ എന്ന് പറയുന്നത് ഈ ഇൻവെന്ററിക്കാണ്, നമ്മൾ ഉപയോഗിക്കാതെ വെച്ച അസെറ്റുകൾക്കാണ്. ഓക്കെ, അപ്പൊ ഇതിവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്, ഇറ്റ് ഇൻക്ലൂഡ്സ് റോ മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ സ്റ്റോക്ക് വിച്ച് ആർ നോട്ട് സോൾഡ്, സെൽ ചെയ്തിട്ടില്ല, അതിപ്പോഴും നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, ആൻഡ് മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ എ ഫാക്ടറി ഓർ പ്രൊജക്ട്. അതൊക്കെയാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പൊ hence on an economical ground the inventory has to be brought to the lowest possible level. അപ്പൊ നമുക്ക് എന്താ ഒരു എക്കണോമിക്കൽ ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ആ ഇൻവെന്ററി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. അതായത് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുകയല്ല വേണ്ടത്, നമുക്ക് എന്താണോ ആവശ്യം ആ സാധനം മാത്രം പർച്ചേസ് ചെയ്ത് അത് ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു വെറുതെ വെക്കുന്ന ക്വാണ്ടിറ്റീന്റെ അത് വേസ്റ്റ് ആയി പോകുന്നത് തടയാൻ പറ്റും. അങ്ങനെ നമുക്ക് എക്കണോമിക്കൽ ആക്കാം, നമ്മുടെ ആ ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്ട് എന്ന് പറയുന്നത് എക്കണോമിക്കൽ ആക്കാം. ഓക്കെ, അപ്പൊ ഇതിപ്പോ പല കൺട്രീസ് ലൈക്ക് ജപ്പാനിലൊക്കെ ഇപ്പൊ എങ്ങനെയാ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു JIT ഫിലോസഫിയാണ് അവർ ചെയ്യുന്നത്. JIT എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻ ടൈം, അതിനെയാണ് JIT എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാല്, JIT ഫിലോസഫി, അതില് എപ്പോഴാണോ നമുക്ക് ഒരു സാധനം ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ നമ്മൾ പുറത്തുനിന്നത് പർച്ചേസ് ചെയ്യും, പിന്നെ അത് ഉപയോഗിക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ്, അതായത് നമ്മളുടെ സാധനങ്ങൾ നമ്മുടെ കൈവശം വെക്കുന്ന ആ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് കുറയും. ഓക്കെ, അതാണ് JIT ഫിലോസഫി, ജസ്റ്റ് ഇൻ ടൈം ഫിലോസഫി. എന്നുവെച്ചാൽ
നമുക്ക് എപ്പോഴാണോ ആവശ്യം ജസ്റ്റ് ഇൻ ടൈം നമുക്ക് വേണ്ടപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക, വരുത്തിക്കുക, അപ്പോൾ വാങ്ങുക സാധനം. നേരത്തെ വാങ്ങി വെക്കാതെ ആവശ്യം വരുമ്പോൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുക. കാരണം പല സാധനങ്ങളും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിമെന്റ്, ഇതിന്റെയൊക്കെ ലൈഫ് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ നമുക്ക് വാങ്ങി ഒരു 10 മാസം കഴിഞ്ഞാലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു 3 മാസം കഴിഞ്ഞാൽ അതിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് കഴിയും. പിന്നെ അത് ഉപയോഗിച്ചാൽ നമുക്ക് വേണ്ടത്ര സ്ട്രെങ്തോ ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? അപ്പൊ അങ്ങനെ ഒരു JIT ഫിലോസഫി ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ we can make it more economical. The project will be more economical. ട്ടോ, അതാണ് സ്റ്റോറിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് what are the different types of store എന്ന് നോക്കാം. സ്റ്റോറിനെ നമുക്ക് ബേസിക്കലി it can be classified based on the items stored. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഐറ്റംസിനെ വെച്ച് നമുക്ക് സ്റ്റോറിനെ ക്ലാസിഫൈ ചെയ്യാം. അതിനെ വെച്ചാണ് മെറ്റീരിയൽ സ്റ്റോർ, പിന്നെ അതേപോലെ T&P സ്റ്റോർസ്. മെറ്റീരിയൽ സ്റ്റോർ, അപ്പൊ നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ കിട്ടും. മെറ്റീരിയൽ സ്റ്റോർ എന്ന് വെച്ചാൽ എന്താണ്? മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാം അല്ലേ? എന്തൊക്കെ മെറ്റീരിയൽസ് ആവാം? നമ്മുടെ സൈറ്റിലുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ നമ്മുടെ സിമെന്റ്, സാൻഡ്, അഗ്രിഗേറ്റ് പോലെയുള്ള മെറ്റീരിയൽസ്. പിന്നെ അവിടെ പല ഫ്യൂവൽസ് ഉപയോഗിക്കേണ്ടി വരാം, അപ്പൊ അതൊക്കെ. പിന്നെ ചില ബ്ലാസ്റ്റിങ്ങിനൊക്കെ വേണമെങ്കിൽ എക്സ്പ്ലോസീവ്സ് ഒക്കെ വേണ്ടി വരും, അപ്പൊ അങ്ങനത്തെ ഒക്കെ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ ടൂൾസ് ആൻഡ് പ്ലാൻസ് സ്റ്റോർ ചെയ്യാം. ടൂൾസ് ആൻഡ് പ്ലാൻസ് എന്ന് പറയുന്ന നമുക്ക് ആവശ്യമായ എക്യുപ്മെന്റുകൾ. ഓക്കെ, നമുക്ക് പല സിമെന്റ് മിക്സ് ചെയ്യാനുള്ള മിക്സർ, അല്ലെങ്കിൽ ഇപ്പൊ വലിയ വലിയ എന്തൊക്കെയാണെങ്കിൽ പല ക്രെയിൻസ്, അങ്ങനത്തെ പല എക്യുപ്മെന്റ്സ് വേണ്ടി വരും, ടൂൾസ്. അപ്പൊ അതൊക്കെ സ്റ്റോർ ചെയ്യും ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ ആൻഡ് ടൂൾസ് ആൻഡ് പ്ലാൻസ് ആയിട്ടാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പറയണത്. ഇനി മെറ്റീരിയൽ സ്റ്റോറിൽ തന്നെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി പ്രൊജക്ട് സൈറ്റ്, അപ്പൊ ഇതിൽ പറയുന്നുണ്ട്, വായിക്കാം. ഇൻ എ പ്രൊജക്ട് സൈറ്റ് the material store further classifies based on materials. അപ്പൊ ഒരു പ്രൊജക്ട് സൈറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ മെറ്റീരിയൽ ആണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ജനറൽ സ്റ്റോർ. ജനറൽ സ്റ്റോറിൽ എന്താ സ്റ്റോർ ചെയ്യുക? ഫോർ സ്റ്റോറിങ് ഹാർഡ്വെയർ ഐറ്റംസ്. അതായത് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കാണുന്നതും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഐറ്റംസ്. പിന്നെ അതുപോലെ സിമെന്റ് സ്റ്റോർ, അത് വേറെ ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യാൻ വേണമെങ്കിൽ സിമെന്റ് ഒക്കെ. പിന്നെ അതുപോലെ ഓയിൽ ലൂബ്സ് ആൻഡ് ഫ്യൂവൽ സ്റ്റോർ, ഫ്യൂവൽ സ്റ്റോറേജിന് വേറെ ഒരു യൂണിറ്റ് ആക്കാം. പിന്നെ അതുപോലെ സ്റ്റോർസ് ഫോർ സ്റ്റോക്കിംഗ് എക്സ്പ്ലോസീവ്സ്. എക്സ്പ്ലോസീവ്സ് ഇതിന്റെ കൂടെ വെക്കണ്ട, ഒരിക്കലും വേറെ ഐറ്റംസിന്റെ കൂടെ വെക്കണ്ട, ഇത് വേറെ ആയിട്ട് സ്റ്റോർ ചെയ്യാം എക്സ്പ്ലോസീവ്സ്. അപ്പൊ മെറ്റീരിയൽ സ്റ്റോറിൽ തന്നെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ അതുപോലെ നോക്കുകയാണെങ്കിൽ ടൂൾസ് ആൻഡ് പ്ലാൻസ്. ടൂൾസ് ആൻഡ് പ്ലാൻസ് എടുക്കുകയാണെങ്കിൽ വലിയ വലിയ ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിൽ, ഇൻ ലാർജ് ഓർഗനൈസേഷൻസ്, ഈ ടൂൾസ് ആൻഡ് പ്ലാൻസും നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഒന്ന് ടൂൾസ് ആൻഡ് പ്ലാൻസ് കിട്ടുന്ന നമുക്ക് വേണ്ട എക്യുപ്മെന്റുകൾ ഉള്ളത്, പിന്നെ അതേപോലെ അതിന്റെ എന്തെങ്കിലും സ്പെയർ പാർട്സ്, പിന്നെ അതേപോലെ വെഹിക്കിൾസ്, ഏതെങ്കിലും സ്പെയർ വെഹിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ. ഇപ്പൊ 2-3 വെഹിക്കിൾസ് ഉണ്ട്, പക്ഷെ നമുക്ക് 2 ആവശ്യമായിട്ടുള്ളൂ എങ്കിൽ ഒരു സ്പെയർ വെഹിക്കിൾ, അതിനൊക്കെ സ്പെയർ സ്റ്റോർ ചെയ്യാനുള്ള വേറൊരു സ്റ്റോർ. അങ്ങനെയും രണ്ടാക്കി തിരിക്കാം ടൂൾസ് ആൻഡ് പ്ലാൻ സ്റ്റോഴ്സിൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് സ്റ്റോർ. ഇനി അടുത്തത് സ്റ്റോർ മാനേജ്മെന്റ് സ്ട്രാറ്റജീസ്. സ്റ്റോർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഈ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി കോസ്റ്റ്ലി കോമ്പണന്റ് ഇൻ ആൻ ഇൻഡസ്ട്രി. കാരണം നമുക്കറിയാം, നമ്മൾ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ഒരു സ്റ്റോറിലാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിന് ഏറ്റവും കോസ്റ്റ് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ വേണ്ട മെറ്റീരിയൽസ് ആണ് അല്ലേ? അപ്പൊ ആ മെറ്റീരിയൽസ് മുഴുവൻ ആ സ്റ്റോറിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റോറിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ പ്രോപ്പർ സ്റ്റോർ മാനേജ്മെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഒപ്റ്റിമൈസിങ് ദ പ്രൊജക്ട് കോസ്റ്റ്. ആ പ്രൊജക്ട് കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ
നമ്മൾ ആ സ്റ്റോറിൽ സാധനങ്ങൾ വാങ്ങി വെച്ചാൽ മാത്രം പോരാ, അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ നമുക്ക് സിമെന്റ് വേണം. സിമെന്റ് വേണമെങ്കിൽ ആ ഒരു സിമെന്റ് കുറെ വാങ്ങി വെച്ച് 10 മാസം കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഉപയോഗിക്കണമെങ്കിൽ ഒരു ഫിക്സഡ് പീരീഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോന്നിന്റെയും ലൈഫ് അനുസരിച്ച് സാധനങ്ങൾ വാങ്ങുക, എന്നിട്ട് അത് കഴിഞ്ഞ് അതിന്റെ ഉപയോഗം കഴിഞ്ഞിട്ട് അടുത്തത് ഓർഡർ ചെയ്യാം. അങ്ങനെ സ്റ്റോർ മാനേജ് ചെയ്യാം. അങ്ങനെ മാനേജ് ചെയ്താൽ എന്ത് ചെയ്യാം, നമുക്ക് പ്രൊജക്റ്റ് കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാം, അതായത് കുറയ്ക്കാം, ഒരുപാട് കുറയ്ക്കാം. ഓക്കെ. പിന്നെ ഈ ഒരു സ്റ്റോർ മാനേജ്മെന്റ് എന്ന് പറയുന്നതില് മെയിൻ ഇഷ്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് മെയിൻ വരുന്ന പ്രശ്നങ്ങൾ, ഒരു സ്റ്റോർ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. വേസ്റ്റേജ്, അത് ഞാൻ പറഞ്ഞു, നമുക്ക് വേസ്റ്റ് ആയി പോവാം. നമ്മൾ കുറെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ വേസ്റ്റ് ആയി പോവാം. അപ്പൊ അങ്ങനെ ഓർഡർ ചെയ്തരുത്, നമ്മളൊരു ഒപ്റ്റിമം വെച്ചിട്ട് വേണം ഓർഡർ ചെയ്യാൻ. ഓക്കെ, വേസ്റ്റേജ് ഒരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ ഡാമേജ് സംഭവിക്കാം, ആ ഒരു മെറ്റീരിയലിന് ഡാമേജ് സംഭവിക്കാം. പിന്നെ അതേപോലെ എക്സ്പയറി ഓഫ് ഷെൽഫ് ലൈഫ്, ആ ഒരു സാധനത്തിന്റെ പീരീഡ് എക്സ്പയർ ആയി പോവാം. പല സാധനങ്ങൾക്കും എക്സ്പയറി ഉണ്ട്. ഇപ്പൊ അഗ്രിഗേറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അതിനൊന്നും എക്സ്പയറി ഇല്ല, നമ്മുടെ സ്റ്റോൺ അഗ്രിഗേറ്റ് ഒന്നും. പക്ഷേ സിമെന്റ് പിന്നെ അതുപോലെ പല സാധനങ്ങൾക്കും എക്സ്പയറി ഉണ്ട്. ഓക്കെ. പിന്നെ പിൽഫറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് മോഷണം, ചെറിയ രീതിയിലുള്ള മോഷണങ്ങൾ സംഭവിക്കാം. ഇപ്പൊ നമ്മൾ കുറെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഇപ്പൊ ഒരു എന്താണ്, നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ്, നമ്മൾ സാൻഡ് കുറെ സ്റ്റോർ ചെയ്ത് വെച്ചു, അതിൽ നിന്ന് കുറച്ചാരെങ്കിലും മോഷ്ടിച്ചു കൊണ്ട് പോയാലും നമ്മൾ പെട്ടെന്ന് കണ്ണോണ്ട് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ മോഷണങ്ങളാണ് പിൽഫറേജ്. അപ്പൊ അത് സംഭവിക്കാം. പിന്നെ അതുപോലെ ഡെഡ് സ്റ്റോക്ക്, അതായത് നമ്മുടെ സ്റ്റോക്ക് ഉപയോഗശൂന്യമാവുക, പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അതാണ് ഡെഡ് സ്റ്റോക്ക്. അപ്പൊ അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം സ്റ്റോറിൽ. അതുകൊണ്ടാണ് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം എന്ന് പറയുന്നത്. ആൻഡ് അങ്ങനെ മാനേജ് ചെയ്താലാണ് നമുക്ക് പ്രൊജക്ട് കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതിന് അഡോപ്റ്റ് ചെയ്യുന്ന 2 സ്ട്രാറ്റജീസ് ഉണ്ട്. സ്റ്റോർ മാനേജ്മെന്റിന് നമ്മൾ മെയിൻലി 2 സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യും. അതെന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് VED എന്ന് പറയും, വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. VED, V എന്ന് പറയുന്ന വൈറ്റൽ, E എന്ന് പറഞ്ഞ എസെൻഷ്യൽ ആൻഡ് D എന്ന് പറഞ്ഞ ഡിസൈറബിൾ. പിന്നെ അതുപോലെ വേറൊരു സ്ട്രാറ്റജിയാണ് ABC സ്ട്രാറ്റജി, ഓൾവേസ് ബെറ്റർ കൺട്രോൾ. അതാണ് ABC, ഓൾവേസ് ബെറ്റർ കൺട്രോൾ. അപ്പൊ ഇത് രണ്ടും എന്താ നമുക്കൊന്ന് നോക്കാം. അപ്പൊ VED എന്ന് പറഞ്ഞാൽ, ഈ VED ഫിലോസഫിയില് നമ്മൾ നമ്മുടെ ഐറ്റംസിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. നമുക്ക് കുറെ ഐറ്റംസ് ഉണ്ട് ഇപ്പൊ സ്റ്റോറിൽ. അപ്പൊ നമ്മൾ ഈ സ്റ്റോറിലുള്ള ഐറ്റംസിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്ത് വെക്കുക. വൈറ്റൽ ആണോ, എസെൻഷ്യൽ ആണോ, അതോ ഡിസൈറബിൾ ആണോ? വൈറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതില്ലാതെ ആ പ്രൊജക്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് വൈറ്റൽ. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഓക്കെ, പക്ഷെ ഇപ്പൊ അറ്റ് പ്രസന്റ് അത്യാവശ്യം ഇല്ലെങ്കിലും അത് വേണം. പിന്നെ ഡിസൈറബിൾ, അത് ഉണ്ടായാൽ നല്ലത്, അങ്ങനത്തെ ഐറ്റംസ് ആണ് ഡിസൈറബിൾ ഐറ്റംസ്. അപ്പൊ ഈ 3 കാറ്റഗറിയിൽ നമ്മൾ നമ്മുടെ സ്റ്റോറിലുള്ള സാധനങ്ങളെ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, അതാണ് VED എന്ന് പറയുന്നത്. എന്നിട്ട് ഹയസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് കൊടുക്കും. നമ്മള് വൈറ്റൽ ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഹയസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് കൊടുക്കും, പ്രത്യേകം ശ്രദ്ധ കൊടുക്കും വൈറ്റൽ സാധനങ്ങൾക്ക്. ഓക്കെ. പിന്നെ അതുപോലെ അടുത്ത എസെൻഷ്യൽ കൊമോഡിറ്റീസിന് കുറച്ചും കൂടെ ലെസർ ആയിട്ട്, കുറച്ചും കൂടെ കുറഞ്ഞ രീതിയിൽ നമ്മൾ കൺട്രോൾ മെഷേഴ്സ് കൊടുക്കും, ശ്രദ്ധ കൊടുക്കും. പിന്നെ അതേപോലെ ഡിസൈറബിൾ ആണെങ്കിൽ അത് ലീസ്റ്റ് പ്രിഫറൻസ് കൊടുക്കും, അത്ര ശ്രദ്ധിക്കില്ല എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക, അങ്ങനെ ലീസ്റ്റ് പ്രിഫറൻസ് ആണ് കൊടുക്കുക ഡിസൈറബിൾ ഐറ്റംസിന്. അങ്ങനെ നമ്മൾ 3 ആയിട്ട് തരംതിരിക്കും. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ കൺട്രോൾ മെഷേഴ്സ് കൊടുക്കും. ഓക്കെ. അപ്പൊ വൈറ്റലിന് നമ്മൾ ഹയസ്റ്റ് കൺട്രോൾ മെഷർ കൊടുക്കും, പിന്നെ എസെൻഷ്യലിന് നമ്മൾ
ലെസർ കൺട്രോൾ മെഷേഴ്സ്, പിന്നെ അതേപോലെ ഡിസൈറബിളിന് ലീസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് കൊടുക്കും. ഓക്കെ, അതാണ് VED സ്ട്രാറ്റജി. പിന്നെ അടുത്തത് ABC സ്ട്രാറ്റജി. ABC സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അതിൽ മെറ്റീരിയൽസിനെ നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, A, B and C. അത് based on cost and control measures that are adopted based on the cost. ഓക്കെ, അപ്പൊ നമ്മൾ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് കോസ്റ്റിനനുസരിച്ചും പിന്നെ അതുപോലെ എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് അതിനെ ശ്രദ്ധിക്കാൻ എന്നുള്ളതനുസരിച്ചും നമുക്ക് A, B and C 3 ആയിട്ട് ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ സ്ട്രാറ്റജി. ആദ്യത്തേത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്രത്തോളം ഓരോന്നിനും ശ്രദ്ധ കൊടുക്കണം. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് വൈറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന് കൂടുതൽ ശ്രദ്ധ, ഹയസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് കൊടുക്കണം. പിന്നെ ലെസർ കൺട്രോൾ മെഷേഴ്സ് മതി എസെൻഷ്യലിന്, പിന്നെ അതേപോലെ ലീസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് മതി ഡിസൈറബിൾ ഐറ്റംസിന്. ഓക്കെ, അപ്പൊ ഇതാണ് 2 മെയിൻ സ്ട്രാറ്റജീസ് നമ്മൾ സ്റ്റോർ മാനേജ്മെന്റിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സ്ട്രാറ്റജി കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഫോർ മിനിമൈസിങ് വേസ്റ്റേജ്. നമ്മൾ ആ ഒരു വേസ്റ്റേജ് തടയാൻ, നമ്മൾ ഫോർ മിനിമൈസിങ് വേസ്റ്റേജ് ആണ് നമ്മൾ ഇത് കൊടുക്കാൻ കാരണം. ഓക്കെ, ഇനി അടുത്തത് ഷെൽഫ് ലൈഫ് ഓഫ് മെറ്റീരിയൽ. ഷെൽഫ് ലൈഫ് ഓഫ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താണ്? ഷെൽഫ് ലൈഫ് എന്ന് വെച്ചാൽ the permissible storage period of materials after the manufacturing date. അതായത് ആ ഒരു സാധനത്തിന്റെ ഒരു മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ എത്ര കാലം വരെ ഈ ഒരു മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാം, അതാണ് ഷെൽഫ് ലൈഫ്. The permissible storage period of materials after the manufacturing date. ഓക്കെ, അപ്പൊ ഇപ്പൊ സിമെന്റിന് പെർമിസിബിൾ സ്റ്റോറേജ് പീരീഡ് എന്താണ്? 3 മാസം, അതായത് 90 ഡേയ്സ്. ഓക്കെ, അപ്പൊ ഈ ബെസ്റ്റ് നല്ലൊരു പെർഫോമൻസ് വേണമെങ്കിൽ, ഇപ്പൊ നമുക്ക് സ്റ്റോറിലുള്ള ആ ഒരു സാധനത്തിന് നല്ല പെർഫോമൻസ് വേണമെങ്കിൽ the materials to be consumed within the shelf life. അതായത് ആ മെറ്റീരിയൽ അതിന്റെ ഷെൽഫ് ലൈഫിന്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കണം. അതിൽ കൂടുതൽ ഉപയോഗിച്ച് എന്താ പറ്റുക? അത് സാധനം എക്സ്പയർ ആവും. പിന്നെ നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്ത് അതിന്റെ സ്ട്രെങ്ത് അതിന് കിട്ടിക്കോളണമെന്നില്ല. കാരണം നമുക്കറിയാം കൺസ്ട്രക്ഷനിൽ നമുക്ക് ഓരോ മെറ്റീരിയലിനും അതിന്റെ സ്ട്രെങ്ത് ആണ് ഇമ്പോർട്ടന്റ് അല്ലേ? സ്ട്രെങ്ത് ആണ് ഓരോന്നിന്റെയും. ഇപ്പൊ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് എടുക്കുകയാണ്, നമ്മൾ റീഇൻഫോഴ്സ്മെന്റിന് ഓരോ ടെൻസൈൽ സ്ട്രെങ്ത്, പിന്നെ അതുപോലെ നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്തുണ്ടാക്കുന്നത് അതിന്റെ ഒരു അഗ്രിഗേറ്റിന്റെ സ്ട്രെങ്ത് ഉണ്ടാവും. സിമെന്റിന് നമ്മൾ സിമെന്റ് മോർട്ടാർ ടെസ്റ്റ് ചെയ്ത് സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പൊ ഈ എല്ലാ സ്ട്രെങ്ത്തുകളും അറ്റൈൻ ചെയ്യണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലേ? അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെയ്ത ടെസ്റ്റുകൾ വെറുതെ ആയി. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു മെറ്റീരിയലിന്റെ ഷെൽഫ് ലൈഫിൽ ഉപയോഗിച്ചിരിക്കണം. ഓക്കെ, ഇപ്പൊ ഇതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട് പെയിന്റ് പ്രൊഡക്ട്സിനും ആ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു ഷെൽഫ് ലൈഫ് എത്രയാണോ അതിന്റെ ഉള്ളിൽ വേണം നമ്മൾ അത് ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ പെയിന്റ് ചിലത് കൂടുതൽ കട്ടിയായി പോവാം. എന്നുവെച്ചാൽ നമുക്ക് പിന്നെ പെയിന്റ് ചെയ്യുമ്പോൾ സ്മൂത്ത്നെസ് കിട്ടില്ല, കൂടുതൽ വിസ്കസ് ആയി പോകുമെന്ന് പറയും നമ്മള്. വിസ്കോസിറ്റി കൂടാം. ഓക്കെ, പിന്നെ ചിലതാണെങ്കിൽ വിസ്കോസിറ്റി കുറയുന്ന സാധനങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതിന് പ്രോപ്പർ അഡഷൻ ഒന്നും കിട്ടില്ല. അഡഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിക്കിംഗ് പ്രോപ്പർട്ടീസ് ഒന്നും കിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ എന്തൊരു മെറ്റീരിയൽ ആണെങ്കിലും ഷെൽഫ് ലൈഫിന്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ ഇഷ്യൂസ് ഓഫ് മെറ്റീരിയൽ ഫ്രം ദ സ്റ്റോർ. ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ, നമ്മൾ ഒരു മെറ്റീരിയൽ സ്റ്റോറിൽ നിന്ന് ഇഷ്യൂ ചെയ്യാൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റോറിൽ നിന്ന് ഒരു മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ആദ്യമായിട്ട് ഒരു ഇന്റന്റ് വേണം. ആ ഇന്റന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇന്റന്റ് എന്താന്ന് വെച്ചാല്, ഇന്റന്റ് ഇസ് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ ദ ഇഇ. ഇഇ എന്ന് പറയുന്നത് ആരാ? എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. Issued by the EE
for the supply of items from the department store. അപ്പോൾ നമ്മുടെ സ്റ്റോറിൽ നിന്ന് ഇഷ്യൂ ചെയ്യാൻ ഉള്ളൊരു ഡോക്യുമെന്റ് സൈൻ ചെയ്ത ആ ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിലേ, ആ ഒരു ഡോക്യുമെന്റിന്റെ പേരാണ് ഇന്റന്റ്. ആ ഒരു ഇന്റന്റ് ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ പറ്റും. ഓക്കെ, this is raised by the AE, assistant engineer, recommended by the AEE, assistant executive engineer, and passed by the executive engineer. അതായത് നമുക്കിപ്പോൾ നമ്മളുടെ എന്താണ് ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഉണ്ട്, കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ട്. ആ കൺസ്ട്രക്ഷൻ സൈറ്റ് ഒരു ഗവൺമെന്റ് സൈറ്റ് ആണെങ്കിൽ അതിന്റെ മെയിൻ ഇൻചാർജ് ആരായിരിക്കും? ഞാൻ മുന്നത്തെ മോഡ്യൂളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരുടെയും റോള് പറഞ്ഞിട്ടുണ്ട് നമ്മളല്ലേ. അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, നിങ്ങൾ അതിന്റെ എന്താണ് അസൈൻമെന്റും എഴുതിയതാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും മെയിൻ റോൾ ആർക്കാണ്? അസിസ്റ്റന്റ് എഞ്ചിനീയർ. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് നമ്മുടെ കോൺട്രാക്ടർക്ക് കൈമാറി, കോൺട്രാക്ടർ ആണ് അത് നോക്കി നടത്തുന്നത്. പക്ഷെ ഒരു ഗവൺമെന്റ് അതോറിറ്റി ഇൻചാർജ് ഓഫ് ദാറ്റ് പ്രോജക്ട് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് സ്റ്റോറിൽ നിന്ന് ആവശ്യമാണെങ്കിൽ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് റേസ് ചെയ്യുക, പറയുക ഇന്ന സാധനം ആവശ്യമുണ്ട് എന്ന് പറയും. അപ്പോൾ ആ ഒരു സാധനം ആവശ്യമാണെങ്കിൽ അത് നമ്മുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അപ്പൊ എന്റെ മുകളിലുള്ള ഒരാളാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ത് ചെയ്യും? അത് റെക്കമെൻഡ് ചെയ്യും. ഇത് വേണം, ശരിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്യും. എന്നിട്ട് അത് ഇഇ പാസ് ചെയ്യണം. അതായത് എഇന്റെ മുകളിലാണ് ഇഇ. അപ്പൊ ഇഇ അത് പാസ് ചെയ്യണം. അത് ഓക്കെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഇഇ കൊടുക്കും. ആ ഡോക്യുമെന്റിനെയാണ് ഇന്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് പറ്റൂ? നമുക്ക് ആ ഒരു സ്റ്റോറിൽ നിന്ന് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് എന്താണ് ഇഷ്യൂ ചെയ്യണ സമയത്ത് സ്റ്റാമ്പ്ഡ് റെസിപ്റ്റും ഉണ്ട്, അൺസ്റ്റാമ്പ്ഡ് റെസിപ്റ്റും ഉണ്ട്. നിങ്ങളുടെ സിലബസിൽ ഒരു USR എന്ന് പറഞ്ഞിട്ട് കാണാം, അബ്രിവേറ്റഡ് ആയിട്ട് കാണാം. USR എന്ന് പറയുന്നത് അൺസ്റ്റാമ്പ്ഡ് റെസിപ്റ്റ്. അപ്പോ അതെന്താന്ന് ചോദിച്ചാല്, നമുക്കൊരു മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ആരാ ഇഷ്യൂ ചെയ്യുക? സ്റ്റോർ കീപ്പർ ആണ് ഇഷ്യൂ ചെയ്യുക. സ്റ്റോർ കീപ്പർ ആണ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഇഷ്യൂ ചെയ്യണ സമയത്ത് ആ സ്റ്റോർ കീപ്പർ ഒരു അൺസ്റ്റാമ്പ്ഡ് റെസിപ്റ്റ് കോൺട്രാക്ടറുടെ അടുത്ത് നിന്ന് വാങ്ങും. ഓക്കെ, അൺസ്റ്റാമ്പ്ഡ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെസിപ്റ്റ് ദാറ്റ് സ്റ്റോർ കീപ്പർ സീക്സ് ഫ്രം ദ കോൺട്രാക്ടർ ഫോർ സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് ഫ്രം ദ സ്റ്റോർ. അപ്പൊ സ്റ്റോറിൽ നിന്ന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോൺട്രാക്ടറിന്റെ ഒരു എന്താണ് റെസിപ്റ്റ് ആര് വാങ്ങും? സ്റ്റോർ കീപ്പർ വാങ്ങി വെക്കും. ഓക്കെ, ആള് വാങ്ങി വെക്കും. പിന്നെ അതിന്റെ പേയ്മെന്റ് കഴിഞ്ഞാലേ ഇതിന്റെ റെസീറ്റ് കൊടുക്കും. ആ ഒരു മെറ്റീരിയലിന്റെ പേയ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു എന്ത് കൊടുക്കും? അവിടെ ഒരു സ്റ്റാമ്പ്ഡ് റെസിപ്റ്റ് കൊടുക്കും. റവന്യൂ സ്റ്റാമ്പ് അഫിക്സ്ഡ് റെസിപ്റ്റ് കൊടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അൺസ്റ്റാമ്പ്ഡ് റെസിപ്റ്റ്, സ്റ്റാമ്പ്ഡ് റെസിപ്റ്റ് എന്ന് രണ്ടായിട്ട് പറയുന്നത്. ഇതിപ്പോ ജസ്റ്റ് നമ്മുടെ കോൺട്രാക്ടർക്ക് ഇന്ന സാധനം ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഈ സ്റ്റോർ കീപ്പർ കൊടുക്കുന്ന സാധനങ്ങൾക്ക് ഉള്ള റെസിപ്റ്റ് ആണ് അൺസ്റ്റാമ്പ്ഡ് റെസിപ്റ്റ്. ഓക്കെ, സ്റ്റാമ്പ്ഡ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? when the payment is over, പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ when the money is paid, അപ്പോൾ കൊടുക്കുന്ന റെസിപ്റ്റ് ആണ് എന്ത്? സ്റ്റാമ്പ്ഡ് റെസിപ്റ്റ്. ഓക്കെ, എന്നിട്ട് ഈ സ്റ്റോർ കീപ്പർ ഈ ഒരു അൺസ്റ്റാമ്പ്ഡ് റെസിപ്റ്റ് വാങ്ങുന്നതിനോടൊപ്പം ഒരു ഡെലിവറി ചെല്ലാനും കൊടുക്കും. അതിന്റെ വേറെ പേരാണ് പെർഫോമ ഇൻവോയ്സ്. ഇൻവോയ്സ് എന്നുള്ളത് നിങ്ങളിപ്പോ ഇപ്പോഴൊക്കെ ഈയിടെയൊക്കെ ആയിട്ട് നിങ്ങളിപ്പോ ഓൺലൈൻ ഓർഡറിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ ഈ ഇൻവോയ്സ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ആ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അത് ഏതാണ് മെറ്റീരിയൽ, അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്, അതിന്റെ എമൗണ്ട് എത്രയാണ്, ഇതൊക്കെ പറയുന്നതാണ് ഇൻവോയ്സ്. ഓക്കെ, അപ്പോ എന്താണ് ഈ സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യും? ഒരു ഡെലിവറി ചെല്ലാൻ അല്ലെങ്കിൽ പെർഫോമ ഇൻവോയ്സ്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്തിട്ട് കൊടുത്തുവിടും. It is also prepared while issuing the materials from the store and sent along with the transporting vehicle.
അപ്പൊ ഏത് വണ്ടിയിലാണോ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആ വണ്ടിയിൽ ഒരു ഡെലിവറി ചെല്ലാൻ കൊടുത്തു വിടും. അതെന്തിനാ കൊടുത്തു വിടുന്നതെന്ന് ചോദിച്ചാൽ ആ സൈറ്റിൽ എത്തിയാൽ എന്ത് ചെയ്യണം, അതിലെ ആ ഡെലിവറി ചെല്ലാൻ്റെ ഒരു കോപ്പി സൈൻ ചെയ്തിട്ട് ഈ സ്റ്റോർ കീപ്പർക്ക് റിട്ടേൺ ചെയ്യണം. അപ്പൊ സ്റ്റോർ കീപ്പർക്ക് ഉറപ്പ് വരുത്താം ഈ സാധനം ഇന്ന സൈറ്റിൽ കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡെലിവറി ചെല്ലാൻ വെക്കുന്നത്. ഓക്കെ, അത് ഒരു കോപ്പി സൈൻ ചെയ്ത്, അത് ആ സൈറ്റിൽ സാധനം എത്തിക്കഴിഞ്ഞാൽ അവർ അവിടുന്ന് സൈൻ ചെയ്യും. സൈറ്റിൽ സൈൻ ചെയ്തിട്ട് ഒന്ന് തിരിച്ചയക്കും ആസ് എ പാർട്ട് ഓഫ് ആക്നോളജ്മെന്റ്. എന്ന് വെച്ചാൽ ഇത് ഇന്ന സാധനം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആക്നോളജ്മെന്റ്. അപ്പൊ സ്റ്റോർ കീപ്പർക്ക് ഉറപ്പ് വരുത്താം സാധനം അവിടെ എത്തി എന്നുള്ളത്. ഓക്കെ, അതാണ് പെർഫോമ ഇൻവോയ്സ് അല്ലെങ്കിൽ ഡെലിവറി ചെല്ലാൻ. പിന്നെ അതുപോലെ എന്താണ് സ്റ്റോക്ക് ബുക്ക്. സ്റ്റോക്ക് ബുക്ക് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഷോസ് ദ റെക്കോർഡ്സ് ഓഫ് ഇഷ്യൂ ആൻഡ് റെസിപ്റ്റ് ഓഫ് ഐറ്റംസ് ഫ്രം ആൻഡ് ടു ദ സ്റ്റോർ. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ഇവിടുന്ന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ റെസിപ്റ്റ്, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് സ്റ്റോക്ക് ബുക്ക്. ഓക്കെ, പിന്നെ അതുപോലെ ബില്ല് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇക്കാലത്ത് ഇൻവോയ്സ്, ആ ഇൻവോയ്സിനെ തന്നെയാണ് നമ്മൾ ബില്ല് എന്ന് പറയുന്നത് കേട്ടോ. ബില്ല് ഈസ് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എ വെൻഡർ ഓൺ ദ സപ്ലൈ ഓഫ് എൻ ഐറ്റം ബൈ സെയിൽസ്. അറിയാലോ നിങ്ങൾക്ക് എന്താ ബില്ല് എന്ന് പറഞ്ഞാല് എന്താണ്? അതൊരു ഡോക്യുമെന്റ് ആണ്. എത്ര സാധനം സപ്ലൈ ചെയ്തു അതിന്റെ മണിയൊക്കെ കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ബില്ല്. ഇക്കാലത്ത് എന്തൊക്കെയാണ് കാണിക്കുക? ഇറ്റ് ഷോസ് ദ വാല്യൂ ഓഫ് ദ ഐറ്റം and GST or other taxes as applicable. എന്തെങ്കിലും GST ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി കാണിക്കും. പിന്നെ അതുപോലെ ടാക്സുകൾ, വേറെ ഏതെങ്കിലും ടാക്സ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ബില്ലിൽ ഇൻഫോം ചെയ്തിരിക്കും. അപ്പോൾ ഇക്കാലത്ത് അതാണ് ഞാൻ പറഞ്ഞത്, nowadays it is referred to as invoice. ഈ ബില്ലിന്റെ വേറെ പേരാണ് ഇൻവോയ്സ്. ഇപ്പൊ യൂസേജ് ബില്ല് എന്ന് പറയില്ല. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇപ്പൊ ഓൺലൈനിലൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിന്റെ ബില്ല് എത്രയാണെന്നല്ല നോക്കുക, അതിന്റെ ഇൻവോയ്സ് എത്രയാണെന്നാണ് നോക്കുക. അപ്പൊ സാധനം ഒന്ന് തന്നെയാണ്, ബില്ലും ഇൻവോയ്സും ഒക്കെ ഒന്ന് തന്നെയാണ്, പക്ഷെ ഇപ്പത്തെ പ്രയോഗം ഇൻവോയ്സ് എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് TEO, ട്രാൻസ്ഫർ എൻട്രി ഓർഡർ. ട്രാൻസ്ഫർ എൻട്രി ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെഫിനേഷൻ ഒന്ന് വായിക്കാം. ഇറ്റ് ഈസ് ദ ഓർഡർ issued by a competent authority for the stock transfer of goods and equipments belonging to stock of one project site to another project site being carried out under the same department or authority. അതായത് ഒരേ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ രണ്ട് പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു സൈറ്റിൽ നിന്ന് വേറെ സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം നമുക്ക് സാധനങ്ങൾ. അതാണ് TEO, ട്രാൻസ്ഫർ എൻട്രി ഓർഡർ. അപ്പൊ അതാണ് TEO. മനസ്സിലായില്ലേ? നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ രണ്ട് പ്രൊജക്ട് സൈറ്റുകൾ ഉണ്ടെങ്കിൽ ഒരു സൈറ്റിൽ നിന്ന് വേറൊരു സൈറ്റിലേക്ക് സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് നെസസറി ഡ്യൂ ടു ദ ഷെയറിംഗ് ഓഫ് റിസോഴ്സസ് അക്കോർഡിംഗ് ടു പ്രയോറിറ്റി. അപ്പൊ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ രണ്ട് സൈറ്റിലേക്കും കൈമാറി കൊടുക്കും. അതാണ് TEO, ട്രാൻസ്ഫർ എൻട്രി ഓർഡർ. അപ്പോൾ ഒരു സൈറ്റിൽ നിന്ന് വേറൊരു സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓർഡർ. ഓക്കെ, പിന്നെ അതുപോലെ പ്രിക്കോഷൻസ് ഇൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, അതെന്താ നമുക്ക് നോക്കാം. പ്രിക്കോഷൻസ് ഇൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്തിനാണ് നമ്മൾ പ്രിക്കോഷൻ എടുക്കുന്നത്? ഇറ്റ് ഈസ് ടു അവോയ്ഡ് ദ ഹസാർഡസ് ആക്സിഡൻസ്. ഒരു ആക്സിഡന്റുകളും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള പ്രിക്കോഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിന് എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? ഫോളോ ദ ഹാൻഡ്ലിംഗ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ഓൺ ദ പാക്കിംഗ്. നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതുപോലെ പാലിക്കണം. എന്താണ് മെസ്സേജസ് സച്ച് ആസ് ഫ്രജൈൽ ആണോ, മെറ്റീരിയൽ ഫ്രജൈൽ ആണെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പിന്നെ അതുപോലെ ദിസ് സൈഡ് അപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ചില സാധനങ്ങൾ വെർട്ടിക്കലി വെക്കാൻ പാടും, തിരിച്ചൊന്നും വെക്കാൻ പാടില്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ ഫ്ലേമബിൾ ആണോ, അതായത് കത്തിപ്പോവോ എന്നുള്ളതൊക്കെ നോക്കണം. ഓക്കെ, പിന്നെ അതുപോലെ നോ മെറ്റീരിയൽ ഷുഡ് ബി ത്രോൺ, ഒന്നും വലിച്ചെറിയാൻ പാടില്ല, ബട്ട് ഷുഡ് ബി ജെന്റ്ലി ഹാൻഡിൽഡ്. പിന്നെ അതുപോലെ മെറ്റീരിയൽ ഷുഡ് നോട്ട് ബി സ്മെൽഡ് ഓർ ടേസ്റ്റഡ്, ഒരിക്കലും ഒന്നും എടുത്ത് സ്മെൽ ചെയ്യാനോ ടേസ്റ്റ് ചെയ്യാനോ ഒന്നും പാടില്ല. പിന്നെ യൂസ് അപ്രോപ്രിയേറ്റ് ഗ്ലൗസ് വൈൽ ഹാൻഡ്ലിംഗ് അബ്രസീവ് മെറ്റീരിയൽസ്.
അതായത് ഗ്ലൗസ് ഇട്ടിട്ട് വേണം നമ്മൾ പശ പോലത്തെ സാധനങ്ങൾ തൊടാനും പിന്നെ ചൂടുള്ളതും ഹസാർഡസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തൊടാൻ. പിന്നെ അതുപോലെ ഫോളോ ദ സ്റ്റോറേജ് കണ്ടീഷൻസ് ഓഫ് ഈച്ച് മെറ്റീരിയൽ. സ്റ്റോറേജ് കണ്ടീഷൻസ് പ്രോപ്പർലി ഫോളോ ചെയ്യണം. സിമെന്റ് ആണെങ്കിൽ അത് പ്രോപ്പർലി സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. പിന്നെ മരക്കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അത് വെള്ളം തട്ടാത്ത രീതിയിൽ സ്റ്റോർ ചെയ്യണം. അങ്ങനെ ഓക്കെ. പിന്നെ അതുപോലെ വെരിഫൈ ദ ഷെൽഫ് ലൈഫ് ആൻഡ് അഡോപ്റ്റ് ഫസ്റ്റ് കം ഫസ്റ്റ് ഡെലിവറി പോളിസി ടു അവോയ്ഡ് ഓൾഡ് സ്റ്റോക്ക്. പഴയ സാധനങ്ങൾ ആദ്യം എടുക്കുക, എന്നിട്ട് അവസാനം പുതിയത് എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ഷെൽഫ് ലൈഫ് തീർന്നു പോകും. പിന്നെ അതുപോലെ സ്റ്റോക്ക് വേരിഫിക്കേഷൻ. സ്റ്റോക്ക് വേരിഫിക്കേഷൻ എന്ന് പറയുന്നത് അവസാനം ഒരു കൊല്ലത്തിന്റെ അവസാനം, ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനം ഒരാൾ ചെയ്യുന്നതാണ് സ്റ്റോക്ക് വേരിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ അതൊരിക്കലും ആ സ്റ്റോക്ക് നോക്കി നടത്തുന്ന ആൾ ചെയ്യില്ല, പുറമേ നിന്ന് ഒരാൾ വന്നിട്ടാണ് ചെയ്യുക at the end of each financial year. അപ്പൊ ഇയാള് വെരിഫൈസ് ആൻഡ് റിപ്പോർട്ട്. എന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുക? എന്തെങ്കിലും ഐറ്റംസ് ഷോർട്ട് ഉണ്ടോ, അതോ ഏതെങ്കിലും ഐറ്റംസ് കൂടുതലാണോ, സർപ്ലസ് ആണോ, അതുപോലെ അൺസർവീസബിൾ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ, അതായത് നമുക്ക് ഉപയോഗശൂന്യമായ സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ഇയാൾ റിപ്പോർട്ട് ചെയ്യും. പിന്നെ അതുപോലെ അൺയൂസബിൾ, നമ്മൾ ഉപയോഗിക്കാത്ത ഐറ്റംസിന്റെ പേര്, അതുപോലെ അത് എത്ര ഉണ്ട്, അതിന്റെ ബുക്ക് വാല്യൂ എത്രയാണ്, അതുപോലെ റീസൺ ഫോർ ബിക്കമിങ് അൺയൂസബിൾ, ഇതെല്ലാം എന്തുകൊണ്ടാണ് അത് ഉപയോഗശൂന്യമായത് എന്നുള്ളതൊക്കെ റിപ്പോർട്ട് ചെയ്യും. അതാണ് സ്റ്റോക്ക് വേരിഫിക്കേഷൻ. പുറമേന്ന് വന്ന ഒരാള് ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനം ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ഇത് ഫോം KFC ഫോം 15. KFC എന്ന് പറയുന്ന കേരള ഫിനാൻഷ്യൽ കോഡ്, ഒരു കോഡാണ്, IS കോഡ് പോലത്തെ ഒരു കോഡാണ്. അതിൽ ഫോം നമ്പർ 15 പറയുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം. അപ്പൊ ആ ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും ഇയാള്. ഓക്കെ, അപ്പൊ അതാണ് സ്റ്റോക്ക് വേരിഫിക്കേഷൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. നമുക്ക്